ശ്രീ ഷംഷാദ് മരക്കാർ, ഒരുപക്ഷെ ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ NM വിജയന്റെ കുടുംബത്തെ സന്ദർശിക്കുന്നു. അവരുടെ സാമ്പത്തിക ബാധ്യതയുടെ കണക്ക് 2,10,00,000 രൂപ ബാധ്യത ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. അത് കൃത്യമായി പറയുകയും ചെയ്തു. താങ്കളുടെ പാർട്ടി ഇത്തരത്തിലൊരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടാകും എത്ര ബാധ്യത ഉണ്ട് എന്നുള്ളത്. ഈ 2,10,00,000 രൂപ തന്നെയാണോ താങ്കളുടെ പാർട്ടി നടത്തിയ കണക്കെടുപ്പിലുമുള്ളത്? ഹലോ, ഷംഷാദ് മരക്കാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറയാം താങ്കൾക്ക്. ഹലോ, കേൾക്കാം, കേൾക്കാം, പറഞ്ഞോളൂ. പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. അവർ വിജയേട്ടന്റെ കുടുംബത്തോട് സംസാരിക്കുകയും അതിനുശേഷം അവർ ഇനിയും ഈ ജില്ലയിൽ വരികയും ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യും. എത്ര തുക, ആർക്കൊക്കെ, എങ്ങനെയൊക്കെ എന്നുള്ളത് ആ അന്വേഷണ കമ്മീഷനാണ് കണ്ടെത്തേണ്ടത്. അതിനകത്ത് അംഗമല്ലാത്ത ഒരാളായ ഞാൻ അതിനകത്ത് അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഇതുവരെ എന്റെ അറിവിൽ അത്തരത്തിലൊരു അന്വേഷണം പൂർത്തിയായി എന്ന് പാർട്ടിയോ പാർട്ടി നേതൃത്വമോ പറഞ്ഞിട്ടുമില്ല. ആ കുടുംബത്തെ സന്ദർശിക്കുകയും അവരുമായുള്ള സംസാരങ്ങൾ ഉണ്ടാവുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുമെന്നുള്ളത് പാർട്ടിയുടെ തീരുമാനമാണ്. അതിനകത്ത് എത്ര ബാധ്യതയാണ് വിജയേട്ടനുള്ളത് എന്നും അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇനി പോലീസും പരിശോധിക്കുന്നുണ്ട്. പോലീസും ആ ബാധ്യതകൾ കണ്ടെത്തുമെന്നാണ് പറയുന്നത്. എത്രത്തോളം ബാധ്യതകളുണ്ട്, ആ ബാധ്യതകൾ എവിടെ നിന്നാണ് അദ്ദേഹം ഉണ്ടായത്, ഇനി ആർക്കൊക്കെ അദ്ദേഹം കൊടുക്കാനുണ്ട്, ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, പാർട്ടിക്ക് എത്ര കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പോലീസും അന്വേഷിക്കുന്നുണ്ടല്ലോ. അന്വേഷിക്കുന്ന പോലീസിലും താങ്കൾക്ക് വിശ്വാസം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ റഫീഖ് ഇവിടെ ചർച്ചയുടെ തുടക്കത്തിലൊക്കെ വലിയ രീതിയിൽ വലിയ ആളുകളുടെ പ്രയാസങ്ങളെ കുറിച്ചും നടപടികളെ കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി. ഈ 2021 KPCCക്ക് അയച്ച കത്തുമായി ബന്ധപ്പെട്ട് അന്ന് നടപടി എടുത്തിരുന്നായിരുന്നുവെങ്കിൽ എന്നുള്ളതാണ്. ഈ 2021 മുമ്പ് 2016 സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ വയനാട്ടിലെ ബത്തേരിയിലെ ചില ബാങ്കുകളുമായി ബന്ധപ്പെട്ടുള്ള സഹകരണ വിജിലൻസിന്റെ റിപ്പോർട്ട് വളരെ സ്പഷ്ടമായുണ്ട്. കൈരളി അത് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല, വാർത്ത ചെയ്തിട്ടുണ്ടാവില്ല. മറ്റുള്ള ചില മാധ്യമങ്ങളും ചില പ്ലാറ്റ്ഫോമുകളും ഒക്കെ വാർത്ത ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് സർക്കാർ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട്, അതൊരു കേവലം ഒരാൾ പറഞ്ഞ പരാതിയല്ല, അന്വേഷിച്ച് കണ്ടെത്തിയ ഗുരുതര ക്രമക്കേടുകളുള്ള റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും സർക്കാർ നടപടിയെടുക്കാത്തത് എന്താണ്? സർക്കാർ അത്തരത്തിലൊരു നടപടിയും 2016 മുതൽ 2024 വരെ എടുത്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും ആ റിപ്പോർട്ടിന്മേൽ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് കണ്ടെത്തലുകൾ തെറ്റാണ് എന്നെല്ലാം മുന്നിൽ പറയണം, അല്ലെങ്കിൽ ആ കണ്ടെത്തലുകൾ ശരിയാണ്, ഞങ്ങൾ നടപടി എടുത്തില്ല എന്ന് പറയണം. താങ്കളിപ്പോ CPM ജില്ലാ സെക്രട്ടറി കൂടിയാണല്ലോ. എന്തുകൊണ്ടാണ് അത്തരം ആക്ഷേപങ്ങൾക്കെതിരെ സഹകരണ വിജിലൻസ് കണ്ടെത്തിയ അന്വേഷണത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ താങ്കൾക്ക് അഭിപ്രായം? ഞാനൊന്ന് ഇടപെടുകയാണ്. മുൻപ് ദിവസങ്ങളിലൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പല ചർച്ചകളിലും താങ്കളുടെ പാർട്ടിയുടെ നേതാക്കൾ വന്നിരുന്ന് ഇത്തരത്തിൽ വിഷയങ്ങളെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെ ഉയരുന്ന പ്രശ്നം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. രണ്ട് പാർട്ടികളെടുത്ത സമീപനമാണ്. ഇന്നലെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വയനാട്ടിൽ വന്നൊരു പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കേണ്ട സാഹചര്യം. അത് ആ പാർട്ടി ആർക്കൊപ്പമാണ്? NM വിജയൻ എന്ന് പറയുന്ന ആ ആത്മഹത്യ ചെയ്ത താങ്കളുടെ പാർട്ടി കൊലയ്ക്ക് കൊടുത്ത ആ നേതാവിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക എന്ന നിലപാടുമായി. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് താങ്കളുടെ പാർട്ടി ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം വയനാട്ടിൽ നടത്തുകയുണ്ടായി. ആരെ സംരക്ഷിക്കാൻ? IC ബാലകൃഷ്ണനെ സംരക്ഷിക്കാൻ. IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന താങ്കളുടെ MLA, താങ്കളുടെ പാർട്ടിയുടെ നേതാവ് ഇടപെട്ട് കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങി NM വിജയനെ ഇടനിലക്കാരനെ ഉപയോഗിച്ചു. ആ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോകുന്നു. ആ ആത്മഹത്യയിലേക്ക് പോയ ആ കുടുംബത്തെ അല്ല സംരക്ഷിക്കുന്നത്, അദ്ദേഹത്തിനെ അല്ല സംരക്ഷിക്കുന്നത്, IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിനെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്. ഇന്നലെ നിങ്ങളുടെ നേതാവ് സിദ്ദിഖടക്കം പറയുകയാണ് ധാർമ്മികതയുള്ള നേതാവാണ്. എന്താണ് ധാർമ്മികത? ഇതാണോ ധാർമ്മികത? പണം വാങ്ങുന്നു, കോഴ വാങ്ങുന്നു, അതിനുശേഷം ഒരു മനുഷ്യനെ 50 വർഷത്തോളം കോൺഗ്രസിനൊപ്പം നിന്ന മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതാണോ ധാർമ്മികത? പിന്നെ താങ്കൾ ചോദിച്ചു, താങ്കൾ പറഞ്ഞൊരു കാര്യം, KPCC അന്വേഷണം നടത്തുന്നു. ശ്രീ ഷംഷാദ് മരക്കാർ, ഇവിടെ നടന്നിരിക്കുന്നത് എന്താണ്? ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. അതിനിവിടെ നിയമവ്യവസ്ഥയുണ്ട്, ഇവിടെ ക്രമസമാധാന പാലനമുണ്ട്. ആ നിയമത്തിന്റെ മുന്നിലേക്ക് നിങ്ങൾ വരൂ. നിങ്ങളുടെ MLA IC ബാലകൃഷ്ണൻ എവിടെ വിളിച്ചിരിക്കുന്നു? മടിയിൽ കനമില്ലെങ്കിൽ പുറത്തു വന്ന് പറയൂ, എനിക്ക് പങ്കില്ല, ഞാൻ പണം വാങ്ങിയിട്ടില്ലെന്ന് പറയാൻ കഴിയുന്നുണ്ടോ IC ബാലകൃഷ്ണനെ? താങ്കൾ ഇതിന് സമയം തന്നാ ഇതിന് കൃത്യമായി മറുപടി പറയാം. ഇപ്പൊ വയനാട്ടിൽ വന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി വിജയേട്ടന്റെ കുടുംബത്തോടാണ്, ഒപ്പമാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ പറയുകയുണ്ടായി. അദ്ദേഹം എന്തുകൊണ്ടാണ് കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് പോയി പറയാത്തത്?
കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ കുടുംബത്തെ പരസ്യമായി വിചാരണ നടത്തി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊതുരംഗത്ത് ഏറ്റവും മോശമായ വാക്കുകൾ ഉപയോഗിച്ചത് ശ്രീ എം മണിയാണല്ലോ. CPM-ന്റെ നിലപാടാണോ അത്? രണ്ട് നിലപാടാണോ CPM-നുള്ളത്? അദ്ദേഹത്തിന്റെ ഭാര്യ കൂടി മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന സമയത്ത് ആത്മഹത്യയിൽ ആന്തൂർ സാജന്റെ കുടുംബത്തിൽ ശ്രീ MV ഗോവിന്ദൻ സന്ദർശനം നടത്തിയിരുന്നോ? MV ഗോവിന്ദൻ ആ കുടുംബത്തോടൊപ്പമാണെന്ന് പറഞ്ഞിരുന്നോ? കരുവന്നൂരിൽ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട് മരണസമയത്ത് മൃതദേഹം കൊണ്ടുവന്ന് കുടുംബത്തിന്റെ ആളുകൾ റോട്ടിൽ വെച്ച് സമരം ചെയ്തപ്പോ CPM-ന്റെ നിലപാട് എങ്ങനെയായിരുന്നു? ആ കുടുംബത്തോടൊപ്പമാണെന്ന് CPM പറഞ്ഞിട്ടുണ്ടോ? CPM തരാതരം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന പാർട്ടിയാണ്. ഇനി താങ്കൾ ചോദിച്ചല്ലോ IC ബാലകൃഷ്ണൻ സംരക്ഷിക്കുന്ന നിലപാടാണ് എന്ന്. ശ്രീ MV ഗോവിന്ദൻ ഇന്നലെ വയനാട്ടിൽ വന്ന് പ്രതിഷേധ സദസ്സ് നടത്തിയ ശ്രീ MV ഗോവിന്ദന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മുകേഷിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ താങ്കൾക്ക് അറിയില്ലേ? MLA സ്ഥാനം ആരെങ്കിലും പറയുന്നത് കേട്ട് രാജിവെച്ചു കൊടുത്താൽ അത് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ച ഒരാളല്ലേ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി? അല്ല ശ്രീ ശംസാദ്, മുകേഷിന്റെ വിഷയവും താങ്കൾ അത് കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി റഫീഖ് പറയും. പക്ഷേ ഇവിടെ ഉയർന്ന പ്രശ്നം ആ ചോദ്യം നിങ്ങൾ എന്താണ്? ഞാൻ ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയത്? IC ബാലകൃഷ്ണൻ നിങ്ങളെ അനുകൂലിച്ചത് എന്തിനാണ്? ആ മനുഷ്യൻ നിങ്ങൾക്ക് ആരുമല്ലായിരുന്നോ? NM വിജയൻ 50 വർഷം നിങ്ങളോടൊപ്പം നിന്ന മനുഷ്യൻ, ആ മനുഷ്യൻ മരിക്കുമ്പോൾ, ആ മകനെ കൊലപ്പെടുത്തി മരിക്കുമ്പോൾ അതിനെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന മനുഷ്യത്വരഹിതമായ നിലപാടെടുക്കുന്നതിനെ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ ജനതയ്ക്ക് സ്വാതന്ത്ര്യമില്ലേ ശ്രീ ശംഷാദ്? അത് താങ്കളുടെ നിലപാട്. ഒരു പ്രതിഷേധം നടത്തുമ്പോ NM വിജയേട്ടനെ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയോ അല്ല അധിക്ഷേപിച്ചത്. അതിനകത്തുണ്ടായിരുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുക എന്നുള്ളതല്ലേ? ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? അല്ല, എന്താണ് നിങ്ങൾ വിശദീകരിച്ചത്? സഹോദര, ഞാൻ അതന്നെ പറയട്ടെ, താങ്കൾ ഇടപെടാതിരിക്കൂ. റഫീഖ് ഇവിടെ ഒരു കത്തുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ കത്തിലെ അവ്യക്തതകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഞങ്ങളത് ചൂണ്ടിക്കാണിച്ചത് എന്തിനാണ്? അന്വേഷണത്തിന്റെ ഭാഗമായി സത്യം തെളിയട്ടെ. ആ സത്യസന്ധമായ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞങ്ങൾക്കൊരു പരാതി അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രയാസമുണ്ട് ആ കത്തിന്റെ ഒരു കാര്യത്തിൽ. അത് അന്വേഷണത്തിന്റെ ഉൾപ്പെടുത്തുന്നതിനും ചെയ്യുന്നതിനും താങ്കളുടെ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ എന്ന് പറയുന്നത് തെറ്റാണോ? ഇനി അതിൽ താങ്കൾ പറഞ്ഞല്ലോ, ഞങ്ങൾ പറഞ്ഞു വിജയേട്ടന്റെ ഭാര്യയുടെ മരണം ഉണ്ടാവുന്ന ഏത് വർഷമാണ്? വിജയേട്ടൻ ആ കത്തിൽ സൂചിപ്പിക്കുന്നു എന്റെ ഭാര്യ മരിച്ചിട്ട് 4 വർഷമായി എന്നാണ് ആ കത്തിൽ സൂചിപ്പിക്കുന്നത്. വിജയേട്ടന്റെ ഭാര്യ മരിക്കുന്നത് ഏത് മാസമാണ്, ഏത് വർഷമാണ്? 2018-ലാണ്. 2018 കഴിഞ്ഞ് 4 വർഷം എന്ന് പറയുമ്പോൾ ഏതാണ് വർഷം വരിക? 2022. ഈ വിജയേട്ടന്റെ മരണം നടക്കുന്ന എപ്പോഴാണ്? 2024. അപ്പൊ ഭാര്യ മരിച്ച് 4 വർഷം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കണക്കിൽ 2018 മുതൽ 2022 വരെയാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട്ഫുൾ ആയ കാര്യം ആ കത്തിലുണ്ടെങ്കിൽ അത് അന്വേഷിച്ചോട്ടെ എന്നാണ് പറഞ്ഞത്. അതിനകത്ത് ഞങ്ങൾക്ക് വേറൊരു പ്രയാസവും ഇല്ല. പോലീസല്ലേ, അന്വേഷിക്കട്ടെ. പിന്നെ അദ്ദേഹം ആ കത്തിൽ എന്ന് പറയുന്നു, എന്റെ ഇളയ മകന് അർബൻ ബാങ്കിൽ നഷ്ടപ്പെട്ടു പോയ ജോലി തിരിച്ചു നൽകാൻ അങ്ങയുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷമുള്ള രണ്ടാമത്തെ കത്തിൽ എന്താണ് പറയുന്നത്? ഞാൻ ആത്മഹത്യയോടൊപ്പം എന്റെ ഇളയ മകനെയും കൂടെ കൂട്ടുന്നു എന്ന് പറയുന്നു. അപ്പോ അതിനകത്തൊരു ചെറിയ അവ്യക്തതയില്ലേ? കാരണം മരണത്തിനോടൊപ്പം കൂടെ കൂട്ടുന്ന മകന്റെ ജോലി സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഒരു കത്തിൽ എഴുതി. ഇത്തരം അവ്യക്തതകൾ ഞങ്ങൾ പറയും. അതായത് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ശ്രീ ശംഷാദ്, താങ്കളുടെ പാർട്ടി നേതാവ് കെ സുധാകരൻ ആദ്യം പറഞ്ഞത് അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബം എന്ന് പറഞ്ഞതുപോലെ ആ കത്തിനെ കുറിച്ച് അവ്യക്തതയുണ്ടോ എന്ന് പറഞ്ഞ VD സതീശനെ പോലെ, ചെന്നിത്തലയെ പോലെ ഒക്കെ തന്നെയാണ് താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവ്യക്തതയുണ്ട്. ആ അവ്യക്തത എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.